നമ്മളിന്നൊരു 2x2 റുബിക്സ് ക്യൂബാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണൊരു 2x2 റുബിക്സ് ക്യൂബ്. അതിന് ബേസിക്കായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു 2x2 റുബിക്സ് ക്യൂബ് 3x3 റുബിക്സ് ക്യൂബിനേക്കാളും കുറച്ചും കൂടെ പാടായിട്ടായിരിക്കും ചിലർക്ക് തോന്നാൻ ചാൻസ്. ഞാനിവിടെ ഒരു അൽഗോരിതവും ഇല്ലാതെ ഒരു ഇക്വേഷനും ഇല്ലാതെ പറഞ്ഞു തരാം. ആദ്യം ഇതാണ് ഒരു റുബിക്സ് ക്യൂബ്. ഈ റുബിക്സ് ക്യൂബിൽ നമ്മൾ ആദ്യം വെള്ള സെറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള കളേഴ്സ് സെറ്റ് ചെയ്യും. അപ്പോൾ വെള്ള എവിടെയാണെന്നുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു വെള്ള കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം അടുത്തൊരു വെള്ള വരാണ്ടത്. ഇതാ ഇങ്ങനെ ഇത് ഓപ്പോസിറ്റ് സൈഡ്സിലായി രണ്ട് വെള്ളയും. ഇനി അടുത്ത് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു വെള്ളം നോക്കണം. ആ വെള്ളം എവിടെ നോക്കാം. ഇതാ ആ വെള്ളം കിട്ടിയിട്ടുണ്ട്. ആ വെള്ളയിൽ അവിടെ ചുവപ്പും ഉണ്ട്. അപ്പോൾ ചുവപ്പ് സൈഡായി വരുന്നൊരു സ്ഥലത്ത് വേണം ചേർക്കാൻ. എന്താ ഇപ്പം നമുക്കവിടെ നീലയും ഉണ്ടായിരുന്നു, നീലയും സൈഡായി, അതിൻ്റെ കൂടെ തന്നെ ചുവപ്പും സൈഡായി. ഇനി അടുത്ത് നോക്കാനുള്ളതാണ് അടുത്ത വെള്ളം എവിടെ. എന്താ നീല സൈഡായി, അടുത്ത് ഓറഞ്ച് കണ്ടുപിടിക്കണം. ഓറഞ്ച് സൈഡ് വരുന്ന വെള്ളം കിട്ടി, അവിടെയും ഓറഞ്ച് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എല്ലാ വെള്ളം ഫുള്ള് സെറ്റാവുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എല്ലാ കളറും ഈ ഷേപ്പിലായി നമുക്ക് സെറ്റായി കിട്ടി. അടുത്ത് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലായുള്ള ക്യൂബ്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കാണുന്നില്ലേ, ആ ഒരു മഞ്ഞ ബ്ലോക്കിൻ്റെ താഴെ രണ്ട് ബ്ലോക്ക് കറക്റ്റ് രീതിയിൽ വന്നു. പക്ഷേ ഇവിടെ ഒരു മൈനസ് പോലെ കണ്ടില്ലേ, അതുപോലെ നമുക്ക് വരണം. ആ മഞ്ഞ മൈനസ് പോലെ വരണം. അതിനുള്ളൊരു വഴിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന ഒരു ബ്ലോക്കിനെ ഇങ്ങനെ തിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു വെള്ള സൈഡിലോട്ട് തിരിച്ചിട്ട് അവിടെ ആക്കി വെച്ചിട്ട് പിന്നെയും താക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച വെള്ളം പിന്നെ എടുത്തിട്ട് സൈഡിലുള്ള വെള്ളം നമ്മൾ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് പഴയ രീതിയിലാക്കുമ്പോൾ മൈനസ് കിട്ടി. പക്ഷേ മൈനസ് കിട്ടിയാലും ഒരേ പോലെ ആയിരിക്കണം. ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ആ ഒരു വെള്ളേര ഒരു മഞ്ഞയില താഴെ ഓറഞ്ച് ആണെങ്കിൽ ഇപ്പുറത്തെ മഞ്ഞയില താഴെയും ഓറഞ്ച് വരുന്നു. അപ്പം അങ്ങനെ വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ രീതി തന്നെ ഒന്നേന്ന് തുടരണം. പിന്നെയും ഞാൻ പറഞ്ഞ അതേ രീതി ഉപയോഗിക്കാം. ഇതിന് അൽഗോരിതം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നും കൂടെ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യണം. പിന്നെയും മൈനസ് കിട്ടി. പക്ഷേ മൈനസ് കിട്ടിയാലും ആ ക്യൂബിന് അതേപോലെ അല്ല. പിന്നെയും നമ്മൾ മൈനസ് കിട്ടി. പക്ഷേ പച്ചയാണെങ്കിൽ ഇവിടെയും പച്ച തന്നെ ആയിരിക്കണം. പിന്നെ അൽഗോരിതം ചെയ്തു, പിന്നെയും മഞ്ഞ. പക്ഷേ ഓറഞ്ചും കറക്റ്റായി വന്നില്ല. പിന്നെയും നമ്മൾ ആ അൽഗോരിതം തന്നെ തുടരണം. പിന്നെ അവിടെ കറക്റ്റായി വന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്താലേ നമുക്ക് ആ കറക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ. മൈനസ് എപ്പോഴും കിട്ടും. പിന്നെ ചില സമയത്ത് ഒരേപോലെ കിട്ടാറുമുണ്ട്. അത് ക്യൂബിൻ്റെ പ്രശ്നവുമാവാം. അടുത്ത് പിന്നെയും നമ്മൾ ഇനി ചെയ്യേണ്ടി വരും ഒന്നുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒരെണ്ണമായി മാത്രം കിട്ടി, ഒരു മഞ്ഞയായി മാത്രം, മൈനസ് അല്ലാതെ. അത് പിന്നെയും അതേപോലെ അൽഗോരിതം തന്നെ തുടരാം. പിന്നെ നമുക്ക് ഒരു ക്യൂബായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 5 തവണ ചെയ്തതിന് ശേഷം നമുക്ക് മൈനസ് കിട്ടുകയും ചെയ്തു, രണ്ട് സ്ഥലത്തും ഓറഞ്ച് ആവുകയും ചെയ്തു. ഇനി ഒരു അൽഗോരിതം നോക്കിക്കോ. ആദ്യം മണ്ടേഴത്ത് ആ ഒരു ക്യൂബ് താഴെ വരണം, പിന്നെ മുകളിലോട്ടാക്കണം, പിന്നെ താഴോട്ട്. അങ്ങനെ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞ എല്ല് പോലെ ആവും. കണ്ട, മഞ്ഞ എൽ ഷേപ്പിലാവും. ഈ എൽ ഷേപ്പിലായി കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് തിരിക്കണം. എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് തിരിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് തിരിക്കണം. അതിനുശേഷം ആ അൽഗോരിതം തന്നെ വീണ്ടും തുടർന്ന് കഴിയുമ്പോൾ ഈ മഞ്ഞ മൊത്തം സെറ്റ് ആവുകയും റുബിക്സ് ക്യൂബ് മൊത്തം സോൾവ് ആവുകയും ചെയ്യുന്നു.